പറയുന്നേ? യെസ്, ഞാൻ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളാ. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. അപ്പൊ മെന്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞതോ? അത് വേറെ ആരെങ്കിലും ആയിരിക്കും. ഡാഡിക്ക് തെറ്റിയതാ. അല്ല മോളെ, ഞാൻ പറയുന്ന കേൾക്ക്. നിന്റെ ജീവിതം ഇങ്ങനെ ഒരു ഭ്രാന്തന്റെ കൂടെ നടന്ന് സ്പോയിൽ ചെയ്യാനുള്ളതല്ല. ബെന്നിക്ക് ഭ്രാന്തില്ല. എനിക്ക് സംശയം ഭ്രാന്ത് നിനക്കാണെന്നാണ്. ഡാഡിക്കാ ഭ്രാന്ത്. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ മോൾ ഇപ്പൊ ഡാഡി പറയുന്നത് കേക്ക്. നോ, എനിക്ക് ഡാഡിയുടെ അഡ്വൈസ് വേണ്ട. എന്ത് വേണം? ഭീം സിംഗിനെ ഒന്ന് കാണണം. വാടക കൊലയാളിയ ഭീം സിംഗിനാണോ കാണാൻ? ചോദിച്ച കേട്ടില്ലേ? അതെ. എന്തിനാ? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. കാര്യം ഞാൻ ഭീം സിംഗിനോട് നേരിട്ട് പറഞ്ഞോളാം. വരൂ, ഇരിക്ക്. എത്ര പേരെ കൊല്ലണം? 2 3? ആരെയും കൊല്ലണ്ട. പിന്നെ ഒരുത്തന്റെ കൈയും കാലും തല്ലി ഓടിക്കണം, അത്രേ ഉള്ളൂ. സാധ്യമല്ല. കൊലപാതകത്തിൽ കുറഞ്ഞ് യാതൊരു ബിസിനസ്സും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് പോവാം. അങ്ങനെ പറയരുത്. ഹലോ, ഭീം സിംഗ് ഹിയർ. വെരി ഗുഡ്, വെരി ഗുഡ്. പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അവശിഷ്ടം പെട്ടിയിലാക്കി അവന്റെ പേരിൽ ഇന്നത്തെ ഫ്ലൈറ്റിൽ തന്നെ ബോംബെക്ക് അയക്കണം. ബോംബെ അധോലോകം ഞെട്ടി വിറയ്ക്കട്ടെ. ഭീം സിംഗ് ആരാണെന്ന് അപ്പൊ അവൻ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ പോയില്ലേ? കൊല്ലണ്ട, എത്ര കാശ് വേണമെങ്കിലും തരാം. അവനെ ഇവിടെ നിന്ന് തല്ലി ഓടിച്ച് തന്നാ മതി. കൊലപാതകം ഈസിയാ. കൊന്നു കഴിഞ്ഞ് ആരാണ് കൊന്നതെന്ന് ശവം എഴുന്നേറ്റ് പറയില്ലല്ലോ. പക്ഷെ തല്ലുകൊണ്ടവനെ തല്ലിവനെ തിരിച്ചറിയാൻ പറ്റും. എന്നാ പിന്നെ കൊലപാതകം തന്നെ ആവാം അല്ലേ? അങ്ങനെ വഴിക്ക് വാ. ആളിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ആരെ? കൊല്ലേണ്ട ആളിനെ കൊണ്ടുവന്നിട്ടുണ്ടോന്ന്. ഇല്ല. ഫോട്ടോ? ഡമ്മി? പിന്നെങ്ങനാ കൊല്ലുന്നേ? ആളിനെ കാണിച്ചു തരാം. ഓക്കെ, സത്യസന്ധമായി ബിസിനസ് നടത്തുന്നവനാണ് ഞാൻ. ഫീസല്ല, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ തരുന്നത് ഞാൻ വാങ്ങും. മേശപ്പുറത്ത് വെച്ചോളൂ.